ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങളേവരും കാത്തിരിക്കുന്ന രേവതിയുടെയും സച്ചിയുടെയും ഇനി വരാനിരിക്കുന്ന അടുത്ത ആഴ്ചയിലെ ഫുൾ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് അടുത്ത ആഴ്ചയിലെ വിശേഷത്തിലേക്ക് കടന്നാലോ. നെക്സ്റ്റ് വീക്ക് പ്രമോയാണ് കേട്ടോ ഞാൻ പറയാൻ പോകുന്നത്. അപ്പോൾ വിശേഷത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് എപ്പോഴും പറയുന്നത് പോലെ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ. ഒപ്പം നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുന്നവർ ഇപ്പോൾ തന്നെ ഒരു ലൈക്ക് അടിച്ചിട്ട് നമ്മുടെ വീഡിയോ കാണാൻ വേണ്ടി ശ്രമിക്കണേ. അപ്പം നേരെ ഞാൻ വിശേഷത്തിലേക്ക് കടക്കാണ്. അങ്ങനെ ഇന്നത്തെ അവസാന സീൻ എന്ന് പറയുന്നത് നമ്മുടെ സച്ചിക്കും രേവതിക്കും വേണ്ടി ഒരു റൂം പണിയാൻ തീരുമാനിച്ചിരിക്കുകയാണ് രവീന്ദ്രൻ. അപ്പം മേളിൽ റൂം കെട്ടാൻ വേണ്ടി ഇവരുടെ കയ്യിൽ നിന്ന് കുറച്ച് പൈസ, അതായത് എല്ലാവരുടെയും കയ്യിൽ നിന്നും കുറച്ച് പൈസ മേടിക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. പക്ഷെ സച്ചിക്കോ രേവതിക്കോ ശ്രുതിക്കോ ശ്രീകാന്തിനോ വർഷയ്ക്കോ അറിയില്ല എന്തിനാണെന്ന്. എന്നാലും അവരുടേതായ പൈസകളൊക്കെ മാസാമാസം 10,000-വും അതുപോലെ തന്നെ ശ്രുതി 3,000-വും രേവതി 5,000-വും വർഷ 10,000-വും ഒക്കെ ഇങ്ങനെ കൊടുക്കാന്നൊക്കെ പറഞ്ഞു. ഏതായാലും ഇതൊക്കെ പറഞ്ഞു, ഈ വിഷയമൊക്കെ കഴിഞ്ഞു. അത് കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞാൽ ടെറസിന്റെ പൊക്കത്ത് സംസാരിച്ചു കൊണ്ടിരിക്കുന്ന സച്ചിനെയും ശ്രുതിനെയും ശ്രീകാന്തിനെയാണ്. അങ്ങനെ നമ്മുടെ ശ്രുതി പറയുകയാണ്, നിങ്ങൾക്കൊക്കെ വല്ല ഭ്രാന്തും ഉണ്ടായിരുന്നു, ഇത്രയും പൈസ കൊടുക്കേണ്ട കാര്യം ഉണ്ടായിരുന്നോ? 10,000 രൂപ, ഇതെന്തിനാടാ ഈ 10,000 രൂപ നീ കൊടുത്തത് സച്ചി എന്ന് ചോദിച്ചപ്പോഴത്തേക്കും, എൻ്റെ അച്ഛന് മാസം 10,000 കൊടുക്കുന്നതിന് എന്താ പ്രശ്നം ഇരിക്കുന്നത്? അതെ എടാ നന്ദിയില്ലാത്തവനെ, നിന്നെ ഇപ്പം ഈ നിലയിൽ എത്തിച്ചത് നമ്മുടെ അച്ഛനല്ലേ. അച്ഛൻ പഠിപ്പിച്ചു വളർത്തി, അച്ഛൻ അധ്വാനിച്ചുണ്ടാക്കിയ ഭക്ഷണവും വസ്ത്രവും ഒക്കെ ഇട്ടാ നമ്മൾ ഇത്രയും വളർന്ന് വലുതായത്. ഒറ്റയടിക്ക് നീ എല്ലാം മറന്നു പോകുന്നതേ അത്രയ്ക്ക് നല്ല കാര്യമൊന്നും അല്ലടാ. അച്ഛന് 10,000 അല്ല, അച്ഛനിപ്പം 10 ലക്ഷം കൊടുത്താലും മതിയാവില്ല, അത്രയും കടപ്പാട് എനിക്ക് അച്ഛനോടുണ്ട് എന്ന് പറഞ്ഞപ്പോഴത്തേക്കും, നിനക്ക് കടപ്പാടും വെച്ചോണ്ടിരുന്നാൽ മതി. ഞാനാണെങ്കിൽ ഇനി എന്ത് ചെയ്യുന്ന അറിയത്തില്ല. എടാ വെറും 3,000 രൂപയല്ലേ നീ കൊടുക്കുന്നുള്ളൂ, അതിനാണോ നീ ഈ തൊലിഞ്ഞ കണക്കും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? 3,000 രൂപ എന്ന് പറഞ്ഞാലേ എൻ്റെ കണക്ക് പുസ്തകത്തിൽ അത് വലുത് തന്നെയാ. എനിക്കിനി ഒരു ബിസിനസ് തുടങ്ങണം, നിനക്ക് അങ്ങനെയൊന്നും ചിന്തിക്കണ്ടല്ലോ. നിനക്ക് ഇനിയിപ്പോൾ എന്താ കൂടിപ്പോയ ഒരു ലോറി ഡ്രൈവർ, ഒരു കാറ് ഡ്രൈവറിൽ നിന്ന് ലോറി ഡ്രൈവർ, അതിൽ കൂടുതലൊന്നും നിനക്ക് നിന്റെ കരിയറിനെ മെച്ചപ്പെടുത്താൻ പറ്റില്ലല്ലോ. പക്ഷെ ഞാൻ അങ്ങനെയല്ലടാ, എനിക്ക് പൈസ വേണം. പൈസ ഉണ്ടെങ്കിൽ മാത്രമേ എൻ്റെ അടുത്ത ബിസിനസ്സും സ്റ്റാർട്ട് ചെയ്യാനായിട്ട്, ഇനി ഒരു ബ്രാഞ്ചും കൂടെ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. അതിനുവേണ്ടി ഞാനും ശ്രുതിയും കൂടെ കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുക. അതൊന്നും പറഞ്ഞാൽ നിനക്ക് മനസ്സിലാവല്ല, കാരണം നീ ഒരു ഡ്രൈവർ അല്ലേ, വെറും ഡ്രൈവർ. ഇത് കേട്ട് നമ്മുടെ സച്ചിക്ക് ദേഷ്യം വന്നിട്ട് സച്ചി പറഞ്ഞു, നീ എന്ത് പരിപാടിയാടാ പറയുന്നത്? നീ ഡ്രൈവർമാരെ എന്തിനാടാ കുറ്റം പറയുന്നത്? ഡ്രൈവറിന് എന്താണ് ഇത്ര കുറവിരിക്കുന്നത്? ഡ്രൈവർമാർക്ക് ഒരു കുറവുമില്ല. നമ്മളെ അച്ഛനെ ഇത്രയും വളർത്തി വലുതാക്കിയത് ആ ഡ്രൈവർ ജോലി ചെയ്തു തന്നെയാ. നന്ദിയില്ലാത്തവനായി പോയിടാന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ സുധീനെ അടിക്കാൻ വേണ്ടി സച്ചി ചെല്ലാണ്. അപ്പോഴത്തേക്കും ശ്രീകാന്ത് കയറി പിടിക്കുകയാണ്. ശ്രീകാന്ത് പറഞ്ഞു, നിങ്ങളൊന്നും മിണ്ടാതിരിക്കുന്നുണ്ടോ? എന്തിനാ ഇങ്ങനെ കിടന്ന് വഴക്ക് കൂടുന്നത്? എന്തിനാ സുധിയേട്ടാ എന്തിനും ഏതിനും ഡ്രൈവർമാരെ കുറ്റം പറയുന്നത്? സച്ചേട്ടൻ പറയുന്നത് ശരിയല്ലേ? നമ്മൾ ഇത്രയും വളർന്നു വലുതായിട്ടുണ്ടെങ്കിൽ, നമുക്ക് എന്തെങ്കിലും വിവരവും വിദ്യാഭ്യാസവും ഒക്കെ തന്നിട്ടുണ്ടെങ്കിൽ ആ ഒരു ഡ്രൈവർ ജോലി വെച്ച് തന്നെ അച്ഛൻ ചെയ്തു തന്നിട്ടുള്ളത്. എന്നിട്ട് ഓരോന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കാൻ നാണമില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് അങ്ങ് നമ്മുടെ ശ്രീകാന്തും സുധീനെ കുറ്റപ്പെടുത്തുകയാണ്. ഏതായാലും സുധി അവരുടെ കുറ്റപ്പെടുത്തലും കേട്ട് സച്ചിയുടെ ഒരു തല്ലും കൊണ്ട് ഇറങ്ങി പോവാണ്. പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞിട്ടുണ്ട്, കിച്ചണിൽ ഇതിൻ്റെ ഒരു ഡിസ്കസ് നടക്കാണ് കേട്ടോ. നമ്മുടെ വർഷയും രേവതിയും കൂടി നിൽക്കുമ്പോഴത്തേക്കും അങ്ങോട്ടേക്ക് ശ്രുതി വന്നിട്ട് ചോദിക്കുകയാണ്, എന്തിനാ രേവതി, ഇതിൻ്റെ വല്ല ആവശ്യം ഉണ്ടായിരുന്നോ? നീ എന്തിനാ ഈ 5,000 രൂപ എക്സ്ട്രാ കൊടുക്കാന്ന് പറഞ്ഞത്? നിനക്ക് എവിടെ നിന്ന് പൈസ കിട്ടും? എല്ലാ മാസവും നിനക്ക് കൊടുക്കാൻ പറ്റുമോ? കാരണം നിനക്ക് ഒരു പൂവിൽപ്പരയല്ലേ നിന്റെ ജോലി, അതൊരു സ്ഥിര വരുമാന മാർഗമൊന്നും അല്ല. അപ്പോഴത്തേക്ക് നമ്മുടെ രേവതി പറഞ്ഞു, അല്ല ഞാനല്ലേ 5,000 രൂപ കൊടുക്കാന്ന് പറഞ്ഞു, അതിനിപ്പോൾ ശ്രുതിക്ക് എന്താ പ്രശ്നം? അല്ല ഞാൻ പറയുന്നത് നീ ഒന്ന് ചിന്തിച്ചു നോക്ക്. അപ്പം വർഷ പറഞ്ഞു, എന്താ ശ്രുതി ചേച്ചി പറയുന്നത്? അല്ല വർഷ ഒന്ന് ചിന്തിച്ചു നോക്ക്, നിനക്കൊരു സ്ഥിര വരുമാന മാർഗ്ഗമാണ്, അതുപോലെ എനിക്കും ഒരു സ്ഥിര വരുമാന മാർഗ്ഗമാണ്. പക്ഷെ ഇവളുടെ സ്ഥിര വരുമാന മാർഗ്ഗമാണോ? 2 ദിവസം പൂ കയറി വന്നില്ലെങ്കിൽ അവിടെ ഡിമ്മായി പോവില്ലേ? അന്നന്ന് വരുന്നു അന്നന്ന് വിൽക്കുന്നു. അല്ലാതെ സ്റ്റോക്കൊന്നും എടുത്ത് വെച്ച് വിൽക്കാൻ പറ്റുന്ന സാധനമല്ലല്ലോ ഈ പൂവ്. അപ്പം പിന്നെ അത് അത്രയ്ക്ക് നിലവാരമുള്ള പരിപാടിയും അതുപോലെ തന്നെ പൈസ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഇതൊന്നും അല്ല. അപ്പം എല്ലാ മാസവും 5,000 കൊടുക്കാന്ന് പറഞ്ഞത് വെറുതെ തള്ളിയതാണെന്ന് എനിക്ക് മനസ്സിലായെന്ന് പറഞ്ഞപ്പോൾ നമ്മുടെ രേവതി ദേഷ്യപ്പെടുക. ശ്രുതി മിണ്ടാതിരുന്നോണം, ഞാൻ കൊടുക്കുമെന്ന് പറഞ്ഞാൽ കൊടുക്കും, കൊടുക്കാനുള്ള ചങ്കൂറ്റം എനിക്കുണ്ട്, അതുകൊണ്ടാണ് ഞാൻ കൊടുക്കുന്നു പറഞ്ഞത്. അതുകൊണ്ട് കൂടുതൽ ഇതിനെക്കുറിച്ച് പറഞ്ഞ് വിഷയമൊന്നും ഉണ്ടാക്കണ്ടെന്ന് പറഞ്ഞ് നമ്മുടെ രേവതി ചൂടാകുകയാണ്. അപ്പോൾ രേവതി ചൂടായി കഴിഞ്ഞപ്പോഴത്തേക്കും
വർഷ പറഞ്ഞു, എന്താ ശ്രുതി ചേച്ചി വെറുതെ രേവതി ചേച്ചിനെ ഇങ്ങനെ ദേഷ്യം പിടിപ്പിക്കുന്നത്? രേവതി ചേച്ചിക്ക് കൊടുക്കാനുള്ള ആ ഒരു ധൈര്യം ഉള്ളത് കൊണ്ടല്ലേ രേവതി ചേച്ചി പറഞ്ഞത്. ഓ ഞാനൊന്നും പറഞ്ഞില്ലേ എന്ന് പറഞ്ഞുകൊണ്ട് ശ്രുതി അങ്ങ് പോകുക. അപ്പൊ ശ്രുതി ഒന്ന് കുത്തിത്തിരിക്കാൻ വേണ്ടി വന്നതായിരുന്നു. ഏതായാലും അപ്പോഴത്തേക്കും വർഷ ഈ റൂമിൽ പോകാമെന്ന് പറഞ്ഞു പോയി. പിന്നെ നമ്മുടെ രേവതി മാത്രമേ ഉള്ളൂ. അങ്ങോട്ടേക്ക് സച്ചു വരികയാണ്. അപ്പൊ സച്ചു വന്നിട്ട് മണ്ടയിൽ നടന്ന ചർച്ചാ വിഷയമൊക്കെ നമ്മുടെ രേവതിയോട് പറയുകയാണ്. ഇങ്ങനെയാണ് സംഭവം, ശ്രുതിക്ക് ഒരു വെളിവുമില്ല, അവൻ അച്ഛനോട് ഒരു സ്നേഹവും ഇല്ല, അവന് പണം പണം എന്നുള്ള ചിന്തയുള്ളത്. അപ്പോഴത്തേക്കും നമ്മുടെ രേവതിയും പറഞ്ഞു, ഇപ്പൊ ശ്രുതി അത് തന്നെ ഇവിടെ വന്ന് സംസാരിച്ചത്, ഓ ചക്കിക്കൊത്ത ചങ്കരൻ തന്നെ എന്നൊക്കെ പറഞ്ഞ് ഒരു ഡയലോഗൊക്കെ അവർ ഇറക്കാണ് ആ കിച്ചണിൽ നിന്നിട്ട്. എന്നിട്ട് എന്ത് ചെയ്യുന്നു, അവര് കിടക്കാൻ വേണ്ടി പോവുകയാണ് കേട്ടോ. പിന്നെ പിറ്റേ ദിവസം രാവിലെ ആവുകയാണ് കേട്ടോ. പിറ്റേ ദിവസം രാവിലെ ആയി കഴിഞ്ഞപ്പോഴത്തേക്കും ടെറസിന്റെ മണ്ടയിൽ കുറെ ആൾക്കാരെയും കൊണ്ട് നമ്മുടെ രവീന്ദ്രൻ വരിക. അപ്പൊ അളക്കാനും എടുക്കാനും ഒക്കെ ഉണ്ടല്ലോ ഈ റൂം പണിയാൻ വേണ്ടി. പക്ഷെ നമ്മുടെ ചന്ദ്രയ്ക്ക് അതൊന്നും അറിയില്ലായിരുന്നു. റൂം പണിയുന്ന കാര്യം ഇവർക്കൊന്നും അറിയില്ല കേട്ടോ. അത് ഞാൻ പറയാൻ മറന്നുപോയി. റൂം പണിയാൻ വേണ്ടിയാണ് പൈസ മാസാമാസം തരാൻ ഇവരോട് ആവശ്യപ്പെട്ടതെന്നൊന്നും പറഞ്ഞിട്ടില്ല. രവീന്ദ്രൻ ഒരു ആവശ്യം ഉണ്ടെന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ കേട്ടോ. അപ്പൊ റൂം പണിയാനാണെന്ന് പറഞ്ഞിട്ടില്ല. അപ്പൊ പെട്ടെന്ന് ഒരാൾ വരുന്നു, എഞ്ചിനീയർ വരുന്നു, അളവെടുക്കുന്നു, പോകുന്നു. അപ്പൊ ഇതൊക്കെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും എല്ലാവരും അന്തം വിട്ട് കുന്തം പോലെ നിൽക്കുക. അപ്പൊ ഇവരൊക്കെ പോയി കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ രവീന്ദ്രൻ എല്ലാവരെയും വിളിച്ചിട്ട് കാര്യം സംസാരിക്കുകയാണ്. ഞാൻ ഇതിന്റെ മണ്ടയിൽ ഒരു റൂം പണിയാൻ പോവാണെന്ന്. അയ്യോ ഭയങ്കര സന്തോഷമായില്ലേ നമ്മുടെ ശ്രുതിക്കും. ശ്രുതി വെച്ച് റൂമോ ആർക്കാ, ഞങ്ങൾക്ക് വേണ്ടിയാണോ? അപ്പോഴത്തേക്കും സച്ചി അവന് തുടങ്ങി, ഇവിടെ എന്തെങ്കിലും ചെയ്താൽ അവന് വേണ്ടി മാത്രമാണ് അവന്റെ വിചാരം, ഒന്നും മിണ്ടാതിരിക്കണമെന്ന് പറഞ്ഞു. അപ്പോഴത്തേക്ക് നമ്മുടെ രവീന്ദ്രൻ പറഞ്ഞു, ഇവിടെ റൂം പണിയുന്നത് വേറെ ആർക്കും വേണ്ടിയല്ല, അല്ല ഇവിടെ 2 റൂം ഉണ്ടല്ലോ, ആ 2 റൂം ആൾക്കാരുണ്ട്. ഒരു റൂമിൽ ശ്രുതിയും ഒരു റൂമിൽ വർഷയും ശ്രീകാന്തും. ഇവിടെ റൂമില്ലാത്തത് ആർക്കാ? സച്ചിക്കും രേവതിക്കും. അവർക്ക് വേണ്ടിയാണ് ഇനി ഒരു റൂം പണിയാൻ പോകുന്നതെന്ന്. ഇത് കേട്ടതും ചന്ദ്രയുടെ സ്വഭാവം അങ്ങ് മാറിയിട്ട്, നിങ്ങൾക്ക് എന്താ ഭ്രാന്താണോ മനുഷ്യ, ഈ പൈസ ഇല്ലാത്ത സമയത്തല്ലേ റൂം പണിയാൻ പോകുന്നത് എന്ന് പറഞ്ഞപ്പോഴത്തേക്കും, പൈസ ഇല്ലെന്ന് എനിക്കറിയാം ചന്ദ്രേ, പൈസയൊന്നും എൻ്റെ കയ്യിലില്ല. അതിന് ഞാനൊരു തീരുമാനം ഇന്നലെ എടുത്തത്, എല്ലാവരോടും വീതിച്ച് മാസാമാസം പൈസ തരാൻ പറഞ്ഞില്ലേ, അത് അതിനു വേണ്ടിയാന്ന് പറഞ്ഞപ്പോഴത്തേക്ക് വർഷ ചോദിച്ചു, അതെങ്ങനെ ശരിയാകും? അതെങ്ങനെയാണ് അങ്കിളെ ശരിയാവുന്നത്? അത് പിന്നെ ഈ വീതിച്ചെടുക്കാന്ന് പറയുന്നത് ഈ തുച്ഛമായ പൈസയും കൊണ്ട് നമ്മൾ കൂട്ടി വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എത്ര വർഷം എടുത്താലും ഒരു 5 ലക്ഷം രൂപയാകുന്നത്. 5 ലക്ഷം രൂപ വേണ്ടേ ഈ ഒരു വീടിന്റെ മുകളിൽ ഇനിയും റൂമൊക്കെ എടുക്കാനായിട്ട്? അത് വേണം മോളെ, പക്ഷെ എൻ്റെ കയ്യിൽ വേറൊരു ഐഡിയ ഉണ്ട്. ഈ പൈസ മാസാമാസം നിങ്ങൾ തരുന്നത് അത് ലോണായിട്ട് അടയ്ക്കാം. അപ്പം നമുക്ക് പ്രമാണത്തിൽ നിന്ന് എടുക്കാം എന്നിങ്ങനെ പറയുക. അതായത് പ്രമാണം പണയം വെച്ചിട്ട് അതിൽ നിന്ന് പൈസ എടുക്കാമെന്ന്. ഓ ഇത് കേട്ടതും ചന്ദ്ര അങ്ങോട്ട് ഉറഞ്ഞു തുള്ളിയില്ലേ. ആ പൂതി മനസ്സിൽ വെച്ചാൽ മതി, ഇവനും ഇവക്കും വേണ്ടി എൻ്റെ വീട് വിറ്റ് റൂം ഉണ്ടാക്കാൻ ഞാൻ സമ്മതിക്കത്തില്ല എന്നും പറഞ്ഞങ്ങ് തുടങ്ങി. എൻ്റെ പൊന്നോ, പിന്നെ പറയാനുണ്ടോ, നമ്മുടെ രവീന്ദ്രനെ അവിടെ അടിച്ചു മലർത്തിയിട്ടു വായിൽ നാക്കും കൊണ്ട് നമ്മുടെ ചന്ദ്ര. ഈ സമയത്ത് ശ്രുതിയും അവിടെ നിന്ന് കുത്തിത്തിരിപ്പുണ്ടാക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. കാരണം ശ്രുതി പറയുന്നുണ്ട്, അതെങ്ങനെ ശരിയാകും, ഇതെല്ലാവർക്കും വേണ്ടിയുള്ളതല്ലേ ഈ വീട്, അത് പണയം വെച്ചിട്ട് അവന് മാത്രം ഉണ്ടാക്കേണ്ട കാര്യമുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. പക്ഷെ അപ്പൊ തക്കതായ മറുപടി നമ്മുടെ സച്ചിയും കൊടുക്കുന്നുണ്ട് കേട്ടോ. നീ കൂടുതൽ പറയുമൊന്നും വേണ്ട, നീ ആദ്യം കൊണ്ടുപോയ പൈസ ഇങ്ങ് കൊണ്ടുപോവാ, അത് കഴിഞ്ഞിട്ട് നീ കൂടുതൽ ഉണ്ടാക്കാൻ വന്നാൽ മതി എന്നൊക്കെ നമ്മുടെ സച്ചി പറയുന്നുണ്ട്. ഏതായാലും വർഷയും പറഞ്ഞു, അല്ല അങ്ങനെ പണയം വെച്ചിട്ട് എടുക്കുകയാണെങ്കിൽ കുഴപ്പമില്ലല്ലോ, അത് നല്ല കാര്യമല്ലേ, അങ്ങനെ പണയം വെച്ചിട്ട് എടുക്കുക, അതിനിപ്പോ എന്താ ആന്റി പ്രശ്നം ഇരിക്കുന്നത്? കണ്ടില്ലേ രേവതി ചേച്ചിക്കും സച്ചേട്ടനും ഒരു റൂം ഇല്ലാത്തത് വലിയ കുറവ് തന്നെയാന്ന് പറഞ്ഞപ്പോഴത്തേക്കും, നീ ഇവിടെ മിണ്ടണ്ട മോളെ, നിനക്ക് ഇവിടുത്തെ കാര്യങ്ങളൊന്നും അറിയത്തില്ല, ഇവളും കൂടെ ചേർന്ന് ഇയാളെ ഇളക്കി വിട്ടതാ. നിങ്ങളുടെ തന്ത്രം അവിടെ ഇരിക്കട്ടെ, ഇവളായിരിക്കും ഇതിന് പിന്നില്, ഇവളായിരിക്കും പറഞ്ഞത്, ഇവളായിരിക്കും ഐഡിയ കണ്ടെത്തിയെന്ന് പറഞ്ഞു രേവതിയുടെ മെക്കിട്ട്. അപ്പൊ രവീന്ദ്രൻ പറഞ്ഞു, നീ മിണ്ടാതിരിക്കുക ചന്ദ്രൻ, നിന്നോട് ആരെങ്കിലും എന്തെങ്കിലും ചോദിച്ചോ, നീ ഇവിടെ കൂടുതൽ അഭിപ്രായം പറയണ്ട എന്ന് പറഞ്ഞ് വഴക്ക് പറയാണ്. ഏതായാലും നമ്മുടെ സച്ചിൻ രേവതി ഒരു തീരുമാനം എടുക്കാൻ, ഞങ്ങൾക്ക് വേണ്ടി ആരും റൂം കെട്ടണ്ട, ഞങ്ങൾക്ക് വേണ്ടി ആരും റൂം കെട്ടണ്ട, ഞങ്ങൾ നേരത്തെ കിടന്ന പോലെ കിടന്നോളാം, ആ 2 റൂമും ശ്രീകാന്തിനും ശ്രുതിക്കുമായിട്ട് കൊടുത്തോ, ഞങ്ങൾക്ക് വേണ്ടി ഇവിടെ ഒരു പ്രശ്നം ഉണ്ടാക്കണ്ട എന്ന് രേവതിയും സച്ചിയും തന്നെ ഒരു തീരുമാനം എടുക്കുകയാണ്. പിന്നെ ചന്ദ്ര സമ്മതിക്കാത്തിടത്തോളം രവീന്ദ്രനും അത് ചെയ്യാൻ പറ്റത്തില്ലല്ലോ, കാരണം ചന്ദ്രയുടെ ഒപ്പ് വേണം, ഇല്ലാതെ പടയം വയ്ക്കാൻ പറ്റില്ല. അപ്പൊ അങ്ങനെയൊക്കെ ആയി പോവുകയാണ് വിഷയം. ഏതായാലും ഇവിടത്തെ വിഷയം നേരെ വിളിച്ചു പറയുക നമ്മുടെ വർഷ. അതായത് മമ്മി വിളിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും, വർഷയുടെ മമ്മി മഹിമ വിളിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും കാര്യങ്ങളൊക്കെ പറയുന്ന കൂട്ടത്തിൽ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടെന്ന് പറയാണ്. ഏതായാലും ഇതൊരു നല്ലൊരു തുറുപ്പ് ചീട്ടാണെന്ന് കരുതിയിട്ട് നമ്മുടെ മഹിമ ചെന്ന് മഹിമയുടെ ഭർത്താവിനോട് പറയാണ്, നമുക്കൊരു കാര്യം ചെയ്യാം, 5 ലക്ഷം വീട് പണിയാൻ വേണ്ടി കൊടുക്കാന്നവർക്ക്. അപ്പൊ മഹിമയുടെ ഭർത്താവ് ചോദിച്ചു, എന്തിനു 5 ലക്ഷം രൂപ? പിന്നെ എന്നെ കൊണ്ട് പറ്റില്ലെന്ന് പറഞ്ഞപ്പോ, അല്ല എൻ്റെ പൊന്നു മധുവേട്ടാന്നല്ലേ വിളിക്കുന്ന, മധുവേട്ട, നമ്മൾ ഈ പൈസ അവർ മേടിക്കാനൊന്നും പോകുന്നില്ല, പക്ഷെ ഇതിന് പിന്നിൽ നമുക്കൊരു വലിയ വഴക്കുണ്ടാക്കാനായിട്ട് പറ്റും. സച്ചി ഏതായാലും ഇത് മേടിക്കാൻ പോകില്ല, സച്ചി സമ്മതിക്കില്ല. സച്ചിയുടെ അഭിമാനവും അതുപോലെ തന്നെ രവീന്ദ്രന്റെ അഭിമാനവും
സമ്മതിക്കില്ല. പക്ഷെ ഞാൻ ഈ പൈസ കൊണ്ട് ചെല്ലുമ്പം അവർ നിരസിക്കും. അത് വർഷയ്ക്ക് ഇഷ്ടപ്പെടില്ല, അങ്ങനെ ചന്ദ്രമതിക്ക് ഇഷ്ടപ്പെടില്ല, സച്ചി അവിടെ പ്രശ്നം ഉണ്ടാക്കും. അപ്പൊ ശ്രീകാന്തിന് ഇഷ്ടപ്പെടില്ല. അപ്പം ആരാ അവിടെ തോക്കുന്നത്? അവിടെ അവർ തന്നെയാണ് തോക്കുന്നത്. സ്വയം അവർ അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കുണ്ടാക്കാൻ തുടങ്ങും. കുടുംബത്തിൽ വലിയ പ്രശ്നമാകും. ഇത് നമുക്ക് മുതലെടുക്കാനായിട്ട് പറ്റും. വർഷേനെ നമുക്ക് ഇങ്ങോട്ട് കൊണ്ടുവരാൻ ഇതൊരു ചെറിയ കാരണവുമാകും. അപ്പം നമ്മുടെ മധുസൂദൻ ഓർത്ത് ശരിയാണല്ലോ, നല്ല ഐഡിയ ആണല്ലോ എന്ന് പറഞ്ഞ് മധുസൂദൻ എന്ത് ചെയ്യുന്നു, ഈ ഐഡിയ കേസ് വെക്കുകയാണ്. നേരെ നമ്മുടെ മഹിമ ചന്ദ്രോദയത്തേക്ക് പോവാണ് കേട്ടോ. ചന്ദ്രയല്ല സോറി, നമ്മുടെ മഹിമ ചെല്ലുന്നു. അങ്ങനെ മഹിമ ചെന്നതും വലിയ സന്തോഷത്തോടു കൂടി കയറി വാ എന്ന് പറഞ്ഞ് മഹിമേനെ ചന്ദ്ര സ്വീകരിക്കുന്നു. ആ സമയം തന്നെ അവിടെ എല്ലാവരും ഉണ്ടായിരുന്നു. അപ്പൊ എന്തുണ്ട് വിശേഷം, സുഖമാണോ എന്നൊക്കെ ചോദിക്കുന്നു. അപ്പം വർഷ ചോദിക്കുന്നുണ്ട്, അല്ല അമ്മ എന്താ ഇത്ര പെട്ടെന്ന് വന്നത്? ഞാനിപ്പം വിളിച്ചിട്ട് അങ്ങ് വെച്ചതേ ഉള്ളൂ, വരുന്ന കാര്യമൊന്നും പറഞ്ഞില്ലല്ലോ. അല്ല മോളെ, എനിക്ക് നിന്നെ കാണാൻ തോന്നി, അതുകൊണ്ട് ഞാൻ വന്നതാന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് കേട്ടോ. ചുമ്മാ അടിച്ചു വിടുകയാണ്. അങ്ങനെ നമ്മുടെ മഹിമ പറയുക, അല്ല ഇവിടെ എന്തോ ഒരു ചെറിയ പ്രശ്നമൊക്കെ ഉണ്ടായിരുന്നെന്ന് എനിക്ക് മനസ്സിലായി. നിങ്ങളിവിടെ വീട് വെക്കാനൊക്കെ തീരുമാനിച്ചില്ലേ? ആ തീരുമാനം മാറ്റുമൊന്നും വേണ്ട. ഞാൻ ദേ ഒരു 5 ലക്ഷം രൂപ ചെക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. മധുസൂദനേട്ടൻ തന്നതാണ് നിങ്ങൾക്ക് തരാനായിട്ട്. അതുകൊണ്ട് ഇത് നിങ്ങൾ സ്വീകരിക്കണമെന്ന്. ഇത് കേട്ടതും ചന്ദ്ര, അയ്യോ ഈ മഹിമയുടെ ഒരു മനസ്സ്, ഇത്ര വലിയ മനസ്സിന് ഉടമയാണല്ലോ മഹിമ. എൻ്റെ ദൈവമേ, ഇവളെപ്പോലൊരു മരുമകളെ കിട്ടിയത് എൻ്റെ ഭാഗ്യം തന്നെയാണെന്ന് പറഞ്ഞു ചന്ദ്ര അങ്ങ് ആ ചെക്ക് മേടിക്കാൻ തുടങ്ങുമ്പോഴത്തേക്ക് സച്ചി ദേ അതിൽ തൊട്ടു പോകരുതെന്ന് പറയാണ് ചന്ദ്രയോട്. അപ്പം ചന്ദ്ര പറഞ്ഞു, അയ്യോ അതെന്താ സച്ചി നീ അങ്ങനെ പറയുന്നത്? മഹിമ നല്ലൊരു കാര്യം ചെയ്യാൻ വന്നപ്പോഴത്തേക്കും വേണ്ട, ഇവിടെ ആരും ഒരു നല്ല കാര്യവും ചെയ്യേണ്ട ആവശ്യമില്ല. ഇവിടെ ആർക്കും ഒരു ചെക്കിൻ്റെ ആവശ്യമില്ല. ഇവിടെ ആർക്കും ഇപ്പോൾ ആരുടെ ഔദാര്യവും ആവശ്യമില്ല എന്ന് പറയുമ്പോഴത്തേക്കും വർഷ പറഞ്ഞു, അതെന്താ സച്ചേട്ടാ അങ്ങനെ പറയുന്നത്? അത് എൻ്റെ അമ്മ ഔദാര്യമായിട്ടൊന്നും തരുന്നതല്ലല്ലോ. ഇപ്പം എൻ്റെ അമ്മയും കൂടി ഈ കുടുംബത്തിലെ ഒരാളല്ലേ, മൂന്നാമതൊരാളല്ലല്ലോ. എന്താണെങ്കിലും വേണ്ടാന്ന് പറഞ്ഞാൽ വേണ്ട. ദേ അയാളുണ്ടല്ലോ പക്ഷേ നിന്റെ അച്ഛൻ ഒരുപാട് എൻ്റെ അച്ഛനെ അപമാനിച്ചിട്ടുണ്ട്, ഒരുപാട് ഉപദ്രവിച്ചിട്ടുണ്ട്. അതൊക്കെ തന്നെ ധാരാളം. പിന്നെ നിങ്ങൾ എപ്പോഴും പറയാറുണ്ടല്ലോ, ഈ വീട് വെച്ചത് തന്നെ നിങ്ങൾ കാരണമാണ്, നിങ്ങളുടെ അച്ഛൻ ലോണ് തന്നിട്ടാണെന്ന്. പക്ഷേ എൻ്റെ അച്ഛൻ അത് അടച്ചിട്ടാണ് നിങ്ങളുടെ അച്ഛൻ ലോണ് തന്നത്, അല്ലാതെ വേറൊന്നുമല്ല. ആരുടെ ഔദാര്യത്തിലല്ല ഇത്രയും നാള് ഇവിടുത്തെ ചന്ദ്രോദയത്തിലെ രവീന്ദ്രൻ ജീവിച്ചത്. എൻ്റെ അച്ഛൻ അധ്വാനിച്ച് തന്നെയാണ്. ഇനി അങ്ങോട്ടേക്കും അത് തന്നെ മതി, ആരുടെ ഔദാര്യം വേണ്ടാന്ന് പറഞ്ഞു സച്ചി. അപ്പം രവീന്ദ്രൻ പറഞ്ഞു, അത് ശരിയാ, വേണ്ട മഹിമയെ വേണ്ട, നിന്റെ ഈ നല്ല മനസ്സിന് നന്ദിയുണ്ട്, പക്ഷേ ഞങ്ങൾക്ക് തൽക്കാലം ഇത് വേണ്ടാന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾ എന്ത് പരിപാടിയാണ് കാണിക്കുന്നത്? ഞാൻ സ്നേഹത്തോടെ കൊണ്ടുവന്നതല്ലേ, നിങ്ങൾ ഏതായാലും ഇത് നിരസിച്ചത് മോശമായി പോയിന്ന്. അപ്പം വർഷയും അതിൽ കയറി പിടിക്കുകയാണ്, എന്താ അങ്കിളെ ഇങ്ങനെയൊക്കെ കാണിക്കുന്നത്? എൻ്റെ വീട്ടുകാരെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളെയും കൂടെ വീട്ടുകാരല്ലേ? ഞാൻ ഈ കുടുംബത്തിലെ ഒരാളാവുമ്പോൾ അവരും ഈ കുടുംബത്തിലെ ഒരാൾ തന്നെയല്ലേ? ഇപ്പം സച്ചേട്ടൻ 10,000 തന്നു, ഞാൻ 10,000 തന്നു, ശ്രീകാന്ത് 10,000 തന്നു, അതുപോലെയല്ലേ ഉള്ളൂ എൻ്റെ അമ്മയും ഈ ഒരു 5 ലക്ഷം തരുന്നതെന്ന് പറഞ്ഞപ്പോഴത്തേക്കും സച്ചു പറഞ്ഞു, മിണ്ടിപ്പോകരുത്, നിർത്തിക്കോളാൻ പറഞ്ഞു. അപ്പോഴത്തേക്ക് സുധി അങ്ങ് കയറി ഇടപെട്ട്. സുധി പറഞ്ഞു, ഇവന് ഭ്രാന്ത, ഇവനിപ്പോൾ ഒരു വിചാരമുണ്ട്, ഇവന് വേറെ ഒന്നിനുമല്ല, ഇപ്പം ഇവിടെ വേറെ റൂം കെട്ടരുത്, ലാസ്റ്റ് നമ്മളെല്ലാം ഇറക്കി വിട്ടിട്ട് ഇവന് സ്വന്തമായിട്ട് ഈ വീട് എടുക്കണം, അതിനു വേണ്ടിയാണ് ഇവൻ കിടന്ന് കാണിക്കുന്നത്. നീ ഇത് കേട്ടോ? സച്ചി സഹിക്കുവോ? സച്ചിക്ക് ദേഷ്യം വന്നില്ല, മിണ്ടിപ്പോകരുതടാ എന്നും പറഞ്ഞുകൊണ്ട് നേരെ നമ്മുടെ സുധിയുടെ മേക്കിട്ട് ചെന്ന് കയറി 3-4 പൊട്ടീരും വെച്ച് കൊടുക്കുകയാണ്. അവിടെ നമ്മുടെ മഹിമ വിചാരിച്ചതുപോലെ തന്നെ കുടുംബത്തിൽ പ്രശ്നം ഉണ്ടാവുകയാണ്, വലിയ പ്രശ്നം ഉണ്ടാവുകയാണ് കേട്ടോ. അതിനിടയ്ക്ക് രേവതി കയറി ഇടപെടുന്നു, അതിനിടയ്ക്ക് ശ്രുതി കയറി ഇടപെടുന്നു. വർഷ പിണങ്ങുന്നു. വർഷ പറയുന്നു, എൻ്റെ വീട്ടുകാരായതുകൊണ്ടല്ലേ, വേറെ ആരെങ്കിലും ആയിരുന്നു നിങ്ങൾക്ക് പ്രശ്നം ഇല്ലായിരുന്നല്ലോ എന്ന് പറയുന്നു. അങ്ങനെ ആകെ മൊത്തത്തിൽ പ്രശ്നമാവുക. ലാസ്റ്റ് നമ്മുടെ മഹിമ നിർത്ത്, ഇതിന്റെ പേരിൽ ഇനി ഒരു പ്രശ്നം വേണ്ട, ആ ചെക്ക് നിങ്ങൾ തന്നേരെ എന്നും പറഞ്ഞ് അത് മേടിച്ചുകൊണ്ട് ഒരു പോക്ക് പോവുകയാണ് കേട്ടോ. ഏതായാലും പുറത്ത് പോയി നിന്നിട്ട് കഴുകന്റെ കണ്ണ് കാണിക്കുന്ന പോലെയാണ് മഹിമയുടെ കണ്ണ് കാണിക്കുന്നത്. ഇങ്ങനെ ചെറിഞ്ഞ് നോക്കുകയാണ് കേട്ടോ. കാരണം ഇത്രയും പ്രശ്നമൊക്കെ ഉണ്ടാക്കാൻ മഹിമയ്ക്ക് പറ്റിയില്ലോ എന്ന ആ ഒരു സന്തോഷം. റൂമിനകത്ത് ചെന്നപ്പോഴത്തേക്കും വർഷയാണെങ്കിൽ കിടന്ന് തുള്ളുക ശ്രീകാന്തിനോട്, നിങ്ങളുടെ ഏട്ടൻ എന്താ കാണിച്ചത്? നിങ്ങളുടെ ഏട്ടൻ അതിൻ്റെ വല്ല കാര്യം ഉണ്ടായിരുന്നോ? ഇങ്ങനെയാ എൻ്റെ വീട്ടിൽ നിന്ന് വരുമ്പോൾ അല്ലെങ്കിൽ ഉള്ളതാന്നൊക്കെ പറഞ്ഞ്. ഏതായാലും ശ്രീകാന്തിനൊന്നും പറയാൻ പറ്റത്തില്ലാത്തൊരവസ്ഥയായിപ്പോയി. അങ്ങനെ ആകെ പടം മൊത്തം സീൻ കോൺട്ര. ഇതിൻ്റെ വിഷമത്തിൽ എന്താണ് നമ്മുടെ സച്ചി നേരെ ചെന്ന് കള്ള് ഷാപ്പിൽ പോയി വയറ് നിറച്ചങ്ങ് കുടിക്കുകയാണ് കേട്ടോ. കാരണം അച്ഛന് വീട് വെക്കാൻ പറ്റുന്നില്ലല്ലോ, അച്ഛൻ്റെ ആഗ്രഹം സാധിച്ചു കൊടുക്കാൻ സച്ചിക്ക് പറ്റുന്നില്ലല്ലോ. കൂടാതെ മറ്റുള്ളവരുടെ അപമാനം കേൾക്കേണ്ടി വരുന്നു. അപ്പൊ ഇതൊക്കെ ആവുമ്പോഴത്തേക്ക് നമ്മുടെ സച്ചിക്ക് സങ്കടം വന്നിട്ട് നമ്മുടെ സച്ചി എന്ത് ചെയ്യുന്നു? സച്ചി നേരെ പോവുകയാണ് കേട്ടോ. നേരെ കള്ള് ഷാപ്പിൽ ചെന്ന് വയറ് നിറച്ച് കള്ള് കുടിച്ചുകൊണ്ട് വരുന്നു. വീട്ടിൽ വന്നിട്ട് പിന്നെ അടുത്ത യുദ്ധം അതിനാണ്. നമ്മുടെ രേവതി പിന്നെ വല്ല കാര്യമായിട്ടൊന്നും പറയുന്നില്ല. കാരണം സച്ചിക്ക് മനസ്സ് വിഷമിച്ചിട്ടാ കുടിച്ചതെന്ന് രേവതിക്ക് അറിയാം. അവിടെ ഒരു വഴക്കുണ്ടാകാണ് കേട്ടോ. അപ്പൊ രേവതി അതിൻ്റെ ഇടയ്ക്ക് കയറി പ്രശ്നം പരിഹരിക്കുന്നൊക്കെയുണ്ട്. ഏതായാലും നമ്മുടെ സച്ചി
പറഞ്ഞു, ഇവിടെ ഇനി ആരുടെ ഔദാര്യം സ്വീകരിക്കണ്ട, നമുക്ക് എന്ന് വീട് വെക്കാൻ സാധിക്കുന്നു, എനിക്ക് എന്ന് വീട് വെക്കാൻ സാധിക്കുന്നു അന്ന് ഞാൻ ഇതിൻ്റെ മണ്ടയിൽ വീട് വെച്ചോളാം എന്നിങ്ങനെ പറയുമ്പോഴത്തേക്കും നമ്മുടെ ശ്രുതി പിന്നെ ഒരു താലിമാല മേടിച്ചു കൊടുക്കാൻ പോലും പറ്റത്തില്ലായിരുന്നു സച്ചിക്ക്. എന്തൊക്കെയോ അന്ന് വാഗ്ദാനവും ശബ്ദവും ഒക്കെ ചെയ്തതല്ലേ, എന്നിട്ട് എന്തെങ്കിലും പറ്റിയിട്ടുണ്ടോ? ഒരു താലിമാല ഒരു പവൻ്റെ അല്ലാതെ വേറെ എന്തെങ്കിലും മേടിച്ചു കൊടുത്തിട്ടുണ്ടോ? ഇല്ലല്ലോ. പിന്നെ എന്തിനാ സച്ചി ഇങ്ങനെ ഒക്കെ പറയുന്നതെന്ന് പറയുമ്പോൾ നമ്മുടെ രേവതിക്ക് അത് ഇഷ്ടപ്പെടുന്നില്ല. രേവതി കയറി ഇടപെടുകയാണ് കേട്ടോ. രേവതി പറയാണ്, ഇത് സച്ചിയുടെ ശബ്ദമല്ല, ഇത് രേവതിയുടെ ശബ്ദമാണ്. ഇവിടെ ഒരു വീട്, അതായത് ഇതിൻ്റെ മണ്ടയിൽ ഒരു റൂം എടുക്കുന്നുണ്ടെങ്കിൽ അത് ഞാനും സച്ചേട്ടനും കൂടെ ചേർന്നിട്ട് തന്നെ ആയിരിക്കും. ആരുടെയും ഔദാര്യം ഇല്ലാതെ ഞാനും സച്ചേട്ടനും ഇതിൻ്റെ മുകളിൽ റൂം എടുത്തിരിക്കുന്നു പറഞ്ഞ് ഒരു വലിയ ശപഥം എടുക്കുന്നുണ്ട് നമ്മുടെ രേവതി. ഏതായാലും രേവതി ശപഥം എടുത്തു കഴിഞ്ഞാൽ അറിയാമല്ലോ, നമ്മുടെ രേവതി താലിമാല മേടിക്കാതെ ഇതിടില്ലെന്ന് പറഞ്ഞിട്ട് നമ്മുടെ രേവതി താലിമാല മേടിച്ച് പിന്നെ മാല ഇട്ടത്. അതുപോലത്തെ ഒരു ശപഥമാണ് നമ്മുടെ രേവതി എടുക്കുന്നത്. ഏതായാലും കാത്തിരുന്ന് തന്നെ കാണാം. അപ്പം അടുത്ത ആഴ്ച ഏകദേശം ഇത്രയും ഭാഗമൊക്കെ ആട്ടോ കാണിക്കുന്നത്. ഇത്രയും ഭാഗമൊക്കെ എത്തുമായിരിക്കും അടുത്ത ആഴ്ച. അപ്പോൾ അടുത്ത ആഴ്ച ഫുള്ള് വിശേഷം ഞാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ കൂടെ നാളത്തെ വിശേഷവും കയറി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും കാത്തിരിക്കുക. എല്ലാവർക്കും വീണ്ടും നല്ലൊരു ശുഭദിനവും നല്ലൊരു സായാഹ്നവും ഒക്കെ ആകട്ടെ എന്ന് ആശംസിച്ച് നിർത്തുകയാണ്. അപ്പോൾ പോകുന്നതിന് മുമ്പായിട്ട് പറയാനുള്ളത്, നമുക്ക് ഡെയിലി വീഡിയോ ഇടാൻ കഴിയാത്തത് ഞാൻ ഹോസ്പിറ്റലിൽ കേസായിട്ട് ഇച്ചിരി ബിസിയാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഹോസ്പിറ്റലിലൊക്കെ ഇടയ്ക്ക് പോകേണ്ടി വരുന്നുണ്ട്. നമുക്ക് വേണ്ടപ്പെട്ട ഒരാൾ അഡ്മിറ്റൊക്കെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഹോസ്പിറ്റലുമായിട്ട് ബന്ധപ്പെട്ട് ഇങ്ങനെ ഓടി ചാടിയൊക്കെ നടക്കുന്നുണ്ട്, ടൈം കിട്ടാത്തത് കേട്ടോ. അപ്പോൾ അതാണ് ഞാൻ ഡെയിലി വീഡിയോ ഇടാൻ പറ്റാത്തത്. എന്നാലും മാക്സിമം ഞാൻ ശ്രമിക്കാം കേട്ടോ. അപ്പോൾ എല്ലാവരും കാത്തിരിക്കുക. ടാറ്റ ബൈ ബൈ. ലൈക്ക് അടിക്കാൻ മറക്കല്ലേ.